വരുന്ന തെരഞ്ഞെടുപ്പുകളെ മുൻനിർത്തിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പുനഃസംഘടന ക്രമീകരിക്കുന്നു, പുതിയ നേതൃത്വത്തെ ഏൽപ്പിക്കുന്നു. നമുക്കറിയാം BJPക്ക് ആണെങ്കിലും CPM-നാണെങ്കിലും ഒക്കെ പുതിയ നേതൃനിരയൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം കോൺഗ്രസ് UDF-ലാണെങ്കിലും പുതിയ നേതൃനിര വന്നു. പക്ഷേ KPCC-യുടെ പുനഃസംഘടനയിൽ വീണ്ടും അനിശ്ചിതത്വമാണ്. ഇതുവരെ DCC അധ്യക്ഷന്മാരെ മാറ്റുന്നതിൽ ഇതുവരെ ചർച്ച പോലും നടത്തിയില്ല എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ. കോൺഗ്രസിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാ കാലത്തും ഇതുപോലെ തന്നെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ അനുകൂലമായ സാഹചര്യം വരുമ്പോൾ അത് അവർക്ക് കൂടുതൽ അടുപ്പിക്കാൻ കഴിയാതെ പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പം ഇവർക്ക് സ്വയം ഒരു ബോധ്യം വന്നിരിക്കുകയാണ്, ഇനിയും UDF ആയിരിക്കും കേരളത്തിൽ ഭരിക്കുന്നത് എന്നുള്ളത്. ആ ഒരു ഉറച്ച വിശ്വാസത്തിലങ്ങ് നിൽക്കുക. അതിനനുസൃതമായിട്ട് മറ്റ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോകണമെന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കേരളത്തിൽ മൂന്നാമതൊരു മുന്നണിയായിട്ടുള്ള BJP NDA അവർ കാര്യങ്ങൾ മുഴുവൻ BJP കാര്യങ്ങൾ വളരെ ചിട്ടയായിട്ട് കൃത്യമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഇവരുടെ ഈ ഇത്തരത്തിലുള്ള പുനഃസംഘടനയെല്ലാം പൂർത്തീകരിക്കേണ്ടതാണ്. അത് ചെയ്തിട്ടില്ല. ഇനി ഈ പുനഃസംഘടനയിലേക്ക് കടന്നു കഴിഞ്ഞ് പിന്നെ എത്ര നാൾ ഇതിനെ ചൊല്ലി അടിയുണ്ടാകുമെന്നറിയാം. ഇതെല്ലാം പരിഹരിച്ച് വരണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിനകത്ത് അത് പരിഹരിക്കത്തില്ല. ഇങ്ങനെ പോകും, തമ്മിൽ തല്ലും, പാരവെപ്പും കുതികാൽ വെട്ടും ഒക്കെയായിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ്. ഇപ്പോൾ സുധാകരൻ KPCC പ്രസിഡൻ്റായിട്ട് വന്നപ്പോഴും സെമി കേഡറാക്കും, അതുപോലെ തന്നെ പുനഃസംഘടനയുടെ കാര്യത്തിലൊക്കെയുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഒന്നും സുധാകരൻ്റെ പിടിപ്പുകേടൊന്നും അല്ല, സുധാകരനെ കൊണ്ട് ചെയ്യാൻ അനുവദിക്കത്തില്ല. ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ കുഴപ്പം. ഒരാൾ വളരെ സ്ട്രോങ് ആയിട്ടൊരാൾ തലപ്പത്ത് വന്നാലും ആ ആളിനെ കൊണ്ടത് ചെയ്യിപ്പിക്കത്തില്ല. അതുകൊണ്ട് ഇവർക്ക് പലതരത്തിലുള്ള ദോഷവും ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഇതൊരു ഇവർ ഒരു മുന്നണിയാണ് ഘടകകക്ഷികളോട് കൂടിയത്. ഇവരുമായിട്ട് ഒത്തൊരുമിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇനിയിപ്പോൾ നോക്കിക്കോ, സീറ്റ് വിഭജനത്തോടടുക്കുമ്പോൾ വലിയ തർക്കമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. വലിയ തർക്കം. ഒന്നാമത് ഇപ്പോൾ യുവനിരയെ ഇങ്ങോട്ടേക്ക് എടുക്കുന്നുണ്ട്. ഇപ്പം മറ്റു പാർട്ടികളിലൊക്കെ തന്നെ യുവനേതൃത്വമാണ് വരുന്നത്. അവർക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, വനിതകൾക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ BJP തന്നെ മഹിളാ മോർച്ച അല്ലേ, അതിലൊക്കെ തന്നെ വനിതകളുടെ സാന്നിധ്യം കൃത്യമായിട്ട് അവർ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഇനിയിപ്പം നിയമസഭാ മത്സരത്തിലും അല്ലെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മിഷൻ 100 എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP രംഗത്ത് വന്നിരിക്കുന്നത്. വളരെ അടുക്കും ചിട്ടയോടും കൂടിയാണ് പ്രവർത്തനങ്ങൾ. ഒരു പക്ഷേ CPM-ൽ അത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കോൺഗ്രസ്സിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എല്ലാവരും ഒത്തൊരുമിക്കുന്നു എന്നല്ലാതെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇവർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളും ഇവർക്ക് ഭൂരിപക്ഷം കിട്ടാതെ പോകുന്ന മിക്ക തെരഞ്ഞെടുപ്പുകളും നമ്മൾ കാണുന്നതാണ്. കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടാതെ പോകുന്നത് ഇവരുടെ അടിത്തറയിലുള്ള പ്രവർത്തന രീതികൾ ശരിയല്ലാത്തതും. ഇപ്പോൾ DCC അധ്യക്ഷന്മാരെ ഉൾപ്പെടെ ഉടനെ തന്നെ ഭാരവാഹിത്വം ഏൽപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കും. കാരണം അടിത്തറയിൽ പ്രവർത്തനമില്ല എന്നുണ്ടെങ്കിൽ അത് വല്ലാണ്ട് അവരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇതുവരെ അത് ചെയ്യാതെ ഇനിയിപ്പോൾ ഉള്ളവരെ വെച്ച് എങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ അതിനുള്ള ഇതിൻ്റെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അധ്യക്ഷന്മാരെ നേതൃത്വ നിരയിൽ ആരൊക്കെ വരുന്നതെന്ന്. അപ്പം വിലയിരുത്തലുകളിൽ അടിസ്ഥാനമാക്കി അവിടെയും ഒരു തർക്ക വിഷയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇനി സമയം ഇല്ല. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് എനിക്ക് തോന്നുന്നു ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേന് അടുത്ത തെരഞ്ഞെടുപ്പ് വരും. തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഇപ്പോഴേ പ്രവർത്തനങ്ങൾ തുടങ്ങിയാലേ ഇവർക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റത്തുള്ളൂ. ഇനി ഇത് മാറ്റുക എന്ന് പറയുന്ന സങ്കീർണമായ ഒരു കാര്യം തന്നെയല്ലേ. അല്ലേ, ഇവർക്ക് ഇത് ചിട്ടയോടുകൂടി പോകേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് എത്ര നാളുകളാണ് നിൽക്കുന്നത്? 2-3 മാസം മാത്രമേ ഉള്ളൂ. അതിനു മുമ്പായിട്ട് തന്നെ മറ്റു പല കാര്യങ്ങൾ പൂർത്തീകരിക്കണം. ഒന്നാമത് മണ്ഡലം വാർഡ് വിഭജനമൊക്കെ നടന്നിരിക്കുക. അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തനങ്ങളിലേക്ക് പോകണം. ഇപ്പോൾ BJP-യെ നോക്ക്, അവർ ഓരോ പഞ്ചായത്തിനും പ്രകടന പത്രിക ഓരോ തരത്തിലാണ് ഉണ്ടാക്കുന്നത്. ഓരോ പഞ്ചായത്തിൻ്റെയും ഘടനയും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും നോക്കി ആ പഞ്ചായത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായിട്ടുള്ള പ്രകടന പത്രിക.
എന്തെല്ലാം കാര്യങ്ങൾ ആ പഞ്ചായത്തിൽ മുടങ്ങിക്കിടക്കുന്നുണ്ട്, ആ പദ്ധതികളൊക്കെ എങ്ങനെ പുനർജീവിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യതയോടുകൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവരൊരു മിഷൻ 100 എന്ന് പറഞ്ഞുള്ള പേരിലാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അവരാദ്യമേ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് ഇത്ര വാർഡ് പിടിക്കണം, ഇത്ര മുനിസിപ്പാലിറ്റി, ഇത്ര നഗരസഭ, ഇതൊക്കെ പിടിക്കണം എന്നുള്ള രീതിയിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അല്ലാതെ ഈ കോൺഗ്രസ്സുകാരെ പോലല്ല. കോൺഗ്രസ്സുകാർക്ക് ഇപ്പം അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഒരു കാര്യം അവർ മനസ്സിലാക്കണം, അവർ ഇപ്പം നിലമ്പൂരിലെ വിജയമൊക്കെ കണ്ട് നിലമറന്ന് നിൽക്കുകയാണ്. അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. കാരണം BJP ഇവിടെ വലിയ സ്പേസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഇവിടെ പരാജയം സംഭവിക്കും. ഇവിടെ ഇപ്പം നമുക്കറിയാം BJP എത്രത്തോളം വോട്ട് പിടിക്കുന്നുവോ അതിനനുസരിച്ച് UDFനകത്ത് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിവർക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ മാറിയില്ലെങ്കിൽ, കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ട്, വ്യക്തമാണ്, ആ വോട്ട് ഇവരിലേക്ക് തന്നെ കൊണ്ടുവരാൻ ഇവർക്ക് എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു എന്നുള്ളതുമുണ്ട്. അപ്പോൾ ഈ പുനഃസംഘടനയും ഇതും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുനഃസംഘടനയെല്ലാം പൂർത്തീകരിച്ച് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണം. ഇതൊക്കെ പുനഃസംഘടനയിലേക്ക് കടക്കുമ്പോൾ ഇവർക്കറിയാം കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും, വലിയ എതിർപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പരസ്യമായിട്ട് എല്ലാ കോൺഗ്രസ്സുകാരന്മാരും രംഗത്ത് വരും. അത് കഴിഞ്ഞ് പുനഃസംഘടന ആയിക്കഴിഞ്ഞാലും പൂർത്തീകരിച്ചു കഴിഞ്ഞാലും പിന്നെയും കലഹമായിരിക്കും. ഓരോ സ്ഥാനങ്ങളിൽ എത്താൻ കഴിയാത്തവരുടെ ദുഃഖം, എത്തിയത് പോരാ എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഇങ്ങനെ കോൺഗ്രസിനെ ആകെ കൂടെ ചുറ്റിക്കുന്ന തരത്തിലുള്ള, ഇത് ചോദിച്ചാലും പറഞ്ഞാലും ഒക്കെ കോൺഗ്രസ്സിൽ എന്നും ഇതുള്ളത് തന്നെയാണ്. ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ ഒന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. ഹൈക്കമാൻഡിന് എന്താണ്, ഇവിടെ എന്തെങ്കിലും കിടന്ന് പണി ചെയ്ത് ഇവിടെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരട്ടെന്ന് മാത്രമാണ് നോക്കുന്നത്. കാരണം അവർക്ക് അധികാരം വേണം. ഇവിടെ അധികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ കേന്ദ്രത്തിലേക്ക് 4 ചക്രം ചെല്ലുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ 2026 ഇതങ്ങ് ഈസി ആയിട്ട് ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നേടിപ്പോകും എന്നാണ് കണക്ക് കൂട്ടുന്നത്. ആ കണക്ക് കൂട്ടലുകൾ തെറ്റാണ് എന്നുള്ളത് അവർക്ക് ബോധ്യമാകും. 26 കൂടി ഇവരെ അധികാരത്തിൽ വരാതിരിക്കട്ടെ. അപ്പോൾ ഇവർക്കറിയാം ഇവർക്ക് പിന്നെ ഒരു പുനഃസംഘടനയും നടത്തേണ്ടി വരത്തില്ല. കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടേണ്ടി വരും. പണ്ട് EMS പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടുക എന്ന്. ഇനി ആ ഒരു കാര്യത്തിലേക്കായിരിക്കും അവർക്ക് പോകേണ്ടി വരിക എന്നുള്ളതാണ്. അപ്പം ഇത് ഇവരുടെ തലപ്പത്ത് ആര് വന്നിട്ടുണ്ടെങ്കിലും സ്റ്റേണായിട്ട്, കണ്ണൂരിൽ നിന്ന് കെ സുധാകരൻ വന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചതാണ് പാർട്ടി ഇനിയിപ്പോൾ ഒന്ന് നന്നാകുമെന്ന്. കെ സുധാകരൻ അത്ര സ്ട്രോങ് അല്ലേ, ആളെ വളരെ ബോൾഡാണ്. സുധാകരനെയും വിരട്ടി പറഞ്ഞു വിട്ടു. സുധാകരൻ അനാരോഗ്യമാണ് എന്നൊക്കെ പറഞ്ഞ്. ബാക്കി കോൺഗ്രസ്സിൽ ഇരിക്കുന്നവരെല്ലാം വലിയ ഫിസിഷ്യന്മാരാണ്. ഇവരെല്ലാം സുധാകരൻ്റെ അനാരോഗ്യം നോക്കി നടക്കും. ബാക്കി എല്ലാവരും പിന്നെ എന്താണ്, നല്ല ആരോഗ്യവാന്മാരും യൗവനയുക്തരുമായിട്ടാണോ ഇരിക്കുന്നത്? രാഷ്ട്രീയത്തിലുള്ളവർക്കെല്ലാം തന്നെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. സുധാകരന് മാത്രമായിട്ട് ഉണ്ടായതല്ലല്ലോ ഇത്. അപ്പോൾ സുധാകരനെ ഇവർ പറഞ്ഞ് വിട്ടു. ഇനിയിപ്പോൾ ആര് വന്നാലും KPCC പ്രസിഡന്റ് ആയിരിക്കും സണ്ണി ജോസഫിനെ കൊണ്ട് ഇതിനെയെല്ലാം എങ്ങനെ മെരുക്കി കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. കോൺഗ്രസ് പാർട്ടി ഇങ്ങനെയൊക്കെ തന്നെയാണ്. പണ്ടാരോ പറയത്തില്ലേ, ഒരു ജീവിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും പിന്നെയും വളഞ്ഞേ ഇരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഏത് ജീവിയാണെന്ന് ചോദിച്ചാൽ അതറിയാമല്ലോ.